ഹലോ, എന്തുണ്ട്? ചിഞ്ചു ആണേ. നമുക്കിന്നൊരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ടോപ്പിക്ക് ഹരാസ്മെൻറ്റ്. ഒരു മനുഷ്യനെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാ രീതിയിലും തളർത്തി കഴിഞ്ഞ ശേഷം, ആൾ മരിച്ചു കഴിഞ്ഞ ശേഷം അതിനെതിരെ പ്രതികരിക്കുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല വീടുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ ഈ ഒരു പ്രതിഭാസം നമുക്ക് ചുറ്റും എല്ലായിടത്തും ഉണ്ട്. വളരെ കുഞ്ഞു കാര്യത്തിൽ നിന്നായിരിക്കും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിളായിട്ട് ജോലി സ്ഥലം. നമ്മൾ വീടിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ജോലി സ്ഥലം. ജോലി സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു സജഷൻ പറഞ്ഞു. ആ സജഷൻ പറഞ്ഞത് പല രീതിയിലായിരിക്കും. അത് പല രീതിയിലായിരിക്കും പലവരിലേക്കും കൺവേർട്ടായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തെറ്റുകാരി മേ ബി നമ്മളായിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞേന്നോ, എങ്ങനെയാ പറഞ്ഞേന്നോ, ഏത് രീതിയിലാണ് സംസാരിച്ചേന്നോ ഒരു കിണ്ടി അറിയാത്ത ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ് ഒന്നിൽ നിന്ന് രണ്ടിൽ നിന്നും മൂന്നിൽ പല ആൾക്കാരിലേക്ക് ഇത് വ്യാപിച്ചു പോകുന്നത്. ഇതൊരു ക്യാൻസർ സെറ്റപ്പ് ആട്ടോ അത്. ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് പിന്നെ നമുക്കില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ വ്യക്തിനെ കുറിച്ച് പരദൂഷണം പറയുക, ആ വ്യക്തിനെ അവഹേളിക്കുക, ആ വ്യക്തിയെ ഒരു കോമഡി പീസാക്കുക, ആ വ്യക്തിക്കില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ചിലപ്പോൾ ആ വ്യക്തി എന്താണ്, അവിടെ എന്തായിരുന്നു, എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫുൾ നെയിം പ്രോപ്പർലി അറിയാൻ മേലാത്ത ആൾക്കാരാണ് ഈ പരിപാടിക്കൊക്കെ കുടയും പിടിച്ച് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജോലി സ്ഥലം മാത്രമല്ല, ഏത് സ്ഥലത്തും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകാത്ത മനുഷ്യരില്ല കേട്ടോ. എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഈ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇത് ഒരു ചീഞ്ഞ കേസല്ലേ, വിട്ടുകളയാം. നമ്മൾ വിട്ട് കൊടുത്ത അവസാനം നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരും. പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് തന്നെയാണ് അവിടെ തെറ്റ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും പ്രതികരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ മാക്സിമം പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത ദൈവമേ ഒന്നും പറയണ്ട കേട്ടോ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഈ നമുക്കെതിരെ നിൽക്കുന്ന ഇത്രയും ഇവിടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഈ സൊസൈറ്റി വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരറിയുന്നില്ല, ഇവർ ചെയ്യുന്നത് ഇവരുടെ സമാധാനത്തിനും അല്ലെങ്കിൽ ഇവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടായിരിക്കും നമ്മളെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ, തമാശകളൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ക്രൈമാണ് അത്. ലീഗലി പോയാൽ പെടും, എല്ലാവരും പെടും. A-Z. കള്ളത്തരം ചെയ്യുന്നവനല്ല പ്രശ്നം, കൂടെ നിൽക്കുന്നവർക്കാണ് പ്രശ്നം കൂടുതൽ. സീരിയസ്ലി. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട ശേഷം പ്രതികരിക്കണോ? അങ്ങനെയാണോ? അതോ ഈ സംഭവം നമ്മൾ ഈ ഹരാസ്മെൻ്റ് എന്നുള്ള സെറ്റപ്പിൽ പോകുന്ന സമയത്ത് പ്രതികരണമാണോ നല്ലത്? ആൾ മരിച്ചു കഴിഞ്ഞ ശേഷമാണോ പ്രതികരിക്കുന്നത് നല്ലത്? അതോ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറയുന്നതാണോ നല്ലത്? എന്തിനാണ് ഒരാളെ മറ്റൊരാളിങ്ങനെ ഹേർട്ട് ചെയ്യുന്നത്, അല്ലേ? ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടെന്നല്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആട്ടോ. ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടായിട്ട് വരും. ഓക്കെ, താങ്ക് യു.